സംസ്ഥാനത്തെ ഇടത് തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. കൊല്ലത്ത് KSRTC ബസ്സുകൾ തടഞ്ഞു. ഡിപ്പോയിൽ നിന്ന് പുറപ്പെടാനിരുന്ന മൂന്നാർ അമൃത ഹോസ്പിറ്റൽ സർവീസുകളാണ് തടഞ്ഞത്. CITU പ്രവർത്തകർ കൊടികുത്തി ബസ് തടയുകയായിരുന്നു. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. കൂടാതെ ഓട്ടോ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി CITU നേതാക്കൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ തൊഴിലാളികളോട് തിരിച്ചു പോകാൻ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ആ പ്രതികരണങ്ങളിലേക്ക്. അതിൻ്റെ കുമളിയായിരുന്നു എൻ്റെ ഷെഡ്യൂള്. ഞാൻ അതിന് നാല് മണിക്ക് വന്നു. 4 മണിക്ക് വന്നിട്ട് എനിക്ക് രാവിലെ ഞാൻ അതിൻ്റെ വെബില് വാങ്ങിച്ചപ്പോൾ ഡ്രൈവറില്ല, അതുകൊണ്ട് സർവീസ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേന് വേറൊരു ഡ്രൈവർ വന്നപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ 5:35 തിരുവനന്തപുരം ഷെഡ്യൂളുള്ള ആളെ സൂപ്പർ സർവീസുകളാണ് മുമ്പേ വിടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് 6 മണി മൂന്നാറിൻ്റെ കാർഡ് വാങ്ങിപ്പിച്ചു. ഞാനും 6 മണി മൂന്നാർ പോകാൻ തയ്യാറായി. ഞങ്ങൾ റിസർവേഷൻ ഉണ്ടായിരുന്നു, 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്ത് തന്നെ ഉള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയോ? ഡ്രൈവറെ ഒന്ന് വരട്ടി അതാട്ട് ആൾ മാറിപ്പോയി നിൽക്കുകയാണ്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ബാധിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. எடப்பள்ளிக்கோட்டை ரோடு பணி ஆப்ரேட்டர் விஸ்வசந்திரா திருநெல்வேலியிலேருந்து வந்து இப்போ அங்கே பஸ் எதுவும் ஓடுறதுலன்னு அறியுதில்லை. ഇവിടെ വന്നതിനപ്പുறம் ബസ് ഒന്നും ഇല്ല. റോഡ് പണി ഓപ്പറേറ്റർ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നതാണ്. പോകാൻ പറ്റുമെന്ന് കരുതിയ രാവിലത്തെ സർവീസ് ആയിരുന്നു. അറേഞ്ച് ചെയ്ത വണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. പോകാൻ പറ്റുമെങ്കിൽ പോകും. എന്താ ചെയ്യാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം സ്വന്തം മണ്ഡലത്തിലെ KSRTC ഡിപ്പോയിൽ പോലും നടപ്പായില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം പത്തനാപുരം KSRTC ഡിപ്പോയിലും ബസ് തടഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കമുണ്ടായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിന്റെ ആ നിർദ്ദേശം, അതായത് KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നുള്ളതായിരുന്നു, നിരത്തിലിറങ്ങുമെന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷേ മന്ത്രിയുടെ വാക്കിന് നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അത്തരത്തിൽ ഒരു നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സമരാനുകൂലികളൊക്കെ ഈ പത്തനാപുരം ഡിപ്പോയിൽ പോലും, അതായത് പത്തനാപുരം മണ്ഡലത്തിലുള്ള ഡിപ്പോയിൽ പോലും ഈ ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. ഗതാഗത മന്ത്രിയുടെ വീടിന് സമീപത്തെ ഡിപ്പോയിൽ പോലും ഈ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല, നടപ്പായില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൊല്ലം ഈ ഡിപ്പോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കാനിരുന്ന 2 ബസ്സുകൾ ആദ്യം തടഞ്ഞു. പിന്നീട് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകൾ തടയുകയാണ്. ഡ്രൈവറെ ഇവിടെ നിന്നും, അതായത് ബസ് ഓടിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ ഡ്യൂട്ടി എടുക്കാൻ തയ്യാറായി എത്തിയിട്ടുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ബസ്സിൽ നിന്നും ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ യാത്രക്കാരെ പറഞ്ഞുവിടുന്ന സാഹചര്യം. അത്തരത്തിൽ ഈ CITUവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഈ ബസ്സിന് മുന്നിലേക്ക് എത്തി ഈ KSRTCയുടെ കൊടി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ബസ്സുകൾ തടയുന്നത്. അമൃത ആശുപത്രിയിലേക്കുള്ള അവശ്യ സർവീസ് ഉൾപ്പെടെ തടയുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മൂന്നാറിലേക്കുള്ള ബസ്സാണ് ആദ്യം തടയുന്നത്. എന്തായാലും കണ്ടക്ടറെ ഉൾപ്പെടെ ഇവിടെ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് പോലീസ് എത്തിയെങ്കിലും പോലീസ് അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അവർക്ക് പോലീസിനെ ഇവിടെ നിന്നും ബസ്സുകൾ സർവീസ് ആരംഭിക്കുവാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യാത്രക്കാരും അങ്ങനെ തന്നെ വിഷമിച്ച് ഇരിക്കുകയാണ്. കാരണം നിരവധി ദൂരെ യാത്ര ചെയ്യേണ്ട ആളുകളാണ് എത്തിയിട്ടുള്ളത്. അവർക്കൊക്കെ തന്നെ എങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് എത്തുമെന്നുള്ള ഒരു സംശയം, അതായത് മറ്റ് സർവീസുകളൊന്നുമില്ല. ആ വിഷമമാണ് അവർ നമ്മളോടൊക്കെ പങ്കുവച്ചത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ മാറ്റിയ തൊഴിലാളികളുണ്ടായിരുന്നു. അവരോട് CITU നേതാക്കൾ ഇറങ്ങി വന്ന് ഓട്ടോ എടുത്ത് മാറ്റണം, ഇനി ഇവിടെ സർവീസ് നടത്താൻ ഇന്ന് ഈ ഓട്ടോ ഓടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോ, അതായത് അവർ രാവിലെ, അതായത് വെളുപ്പിന് തന്നെ എത്തി ഈ ഓട്ടോ ഓടുന്ന സ്ഥിരം ആളുകളുണ്ട്. അവർക്കാണ് ഇന്ന് ശരി മനോജ്, എന്തായാലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും മന്ത്രിയുടെ നിർദ്ദേശം നടപ്പായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്.